ഹായ്. നമ്മുടെ SSCയുടെ CGL എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ ഈ മാസം വരും. അപ്പോൾ നമ്മുടെ എക്സാമിന് ഇനി ഒരുപാട് സമയമില്ല. മെയ് ജൂൺ ആണ് കൊടുത്തേക്കുന്നത്. സോ മിക്കവാറും എക്സാം മെയ് തന്നെ കാണും. ജൂണിലായിരിക്കും എന്ന് വിചാരിച്ചിരിക്കാതിരിക്കുക. ജൂണിലാണെങ്കിൽ വളരെ നല്ലത്, നമുക്ക് കുറച്ചുകൂടെ ഒരു മാസം സമയം കിട്ടുന്നുണ്ട്. ബട്ട് അതർവൈസ് എക്സാം മെയ് തന്നെ കാണും. ബിക്കോസ് നമുക്കറിയാം 3 എക്സാമാണ് മെയ് ജൂണിന് കൊടുത്ത് വെച്ചേക്കുന്നത്. അപ്പോൾ 3 എക്സാം മെയ് ജൂണിലുണ്ടെങ്കിൽ ആദ്യത്തെ എക്സാമാണ് CGL എക്സാം. സോ അതുകൊണ്ട് തന്നെ ആ എക്സാം മിക്കവാറും മെയ് തന്നെ നടക്കാനുള്ള ചാൻസ് ആണുള്ളത്. പിന്നെ നമുക്ക് സമയം കിട്ടുവാണെങ്കിൽ വളരെ നല്ലത് എന്ന് നമുക്ക് വിചാരിക്കാം. അപ്പോൾ ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ അപ്പം ഓൾറെഡി നല്ലപോലെ നിങ്ങൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ അതിലും ഇപ്പം റീസെൻ്റിലേക്ക് പ്രിപ്പയർ ചെയ്ത കുറച്ച് പേരെങ്കിലും കാണും. ലൈക്ക് സിലബസ് ഒന്നും അത്രയും കംപ്ലീറ്റ് ആവാത്ത ആൾക്കാർ ഇവിടുത്തെ എക്സാം അവർക്കറിയാം, ഒന്ന് എഴുതി നോക്കാം നമുക്ക് എന്നൊരു ആംഗിളിലൊക്കെ കീപ്പ് ചെയ്യുന്നവർ, സിലബസ് ഓൾമോസ്റ്റ് ഒരു പകുതിയൊക്കെ കംപ്ലീറ്റ് ചെയ്ത ആൾക്കാരൊക്കെ കാണും ഒരുപാട് പേര്. അപ്പോൾ അവരൊക്കെ കുറച്ച് പേരെങ്കിലും അങ്ങനെയൊക്കെ ചോദിക്കുന്ന കുറേ ദിവസമായിട്ട് കേൾക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്, മാത്സിൽ ഏതൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ മൊത്തം കവർ ചെയ്യുന്ന സമയം ചിലപ്പോൾ കാണത്തില്ല ഇനി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്സ് മാത്രം ഒന്ന് പെട്ടെന്ന് കവർ ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ ഈ ഒരു എക്സാമിൽ മാക്സിമം സ്കോർ ചെയ്യാൻ ട്രൈ ചെയ്യുക എന്നൊരു ആംഗിളിൽ പ്രിപ്പയർ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ ലോങ് ടേം പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഓക്കെ, അവർക്ക് അത് കുഴപ്പമില്ല, അവർക്ക് ഓൾറെഡി അറിയാമായിരിക്കും ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ റീസെൻ്റിലേക്ക് പഠിച്ചു തുടങ്ങിയവർക്ക് മൊത്തം സിലബസ് കവർ ചെയ്യാനുള്ള സമയം കിട്ടിയില്ല എന്നൊരു എക്സാം കുറച്ച് നേരത്തെ വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഏതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്, ഞാൻ ഏതൊക്കെ ടോപ്പിക് ഇപ്പം ലാസ്റ്റ് ഈ ഒരു സമയത്ത് പെട്ടെന്ന് കവർ ചെയ്യാൻ നോക്കണം, എല്ലാം എന്തായാലും തീരത്തില്ലെന്ന് എനിക്ക് അറിയാം എന്നൊരു ആംഗിളിൽ വരുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടി നമ്മുടെ മാത്സിൻ്റെ സിലബസിൻ്റെ അകത്ത് ഏതൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ്, ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് നമ്മുടെ ലാസ്റ്റ് CGLലും ഈവൻ അതിൻ്റെ മുമ്പുള്ള CGLൻ്റെ എക്സാംസ് കൂടി അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വന്നിട്ടുള്ള ചില ടോപ്പിക്സിലേക്ക് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ടോപ്പിക്സ് ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ആൻഡ് ഇപ്പോൾ റീസെൻ്റ്ലി പ്രിപ്പയർ തുടങ്ങാൻ പോകുന്ന ആൾക്കാരോ അവർക്കും ഈ ടോപ്പിക്സ് മൈൻഡിൽ വെച്ചുകൊണ്ട് ഇനി നിങ്ങളുടെ പ്രിപ്പറേഷൻ കൊണ്ടുപോകാം. എന്തുകൊണ്ട് ഈ ഒരു ടോപ്പിക്കിനൊക്കെ ആദ്യം തീർക്കാൻ നോക്കുക, കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക, കൂടുതൽ സമയം കൊടുക്കുക, കൂടുതൽ ഡീപ്പായിട്ട് സ്റ്റഡി ചെയ്യുക, കൂടുതൽ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക ഈ പറയുന്ന ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സിന്. സോ ദാറ്റ് നിങ്ങൾക്ക് ആ ചാപ്റ്റേഴ്സ് നേരത്തെ തന്നെ സ്ട്രോങ് ആക്കി വെക്കുകയും ചെയ്യാം, ആ ഒരു രീതി നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിപ്പറേഷൻ കൊണ്ടുപോവുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം എങ്ങനെയാണ് SSCയുടെ CGL എക്സാമിൻ്റെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റ്യൂഡിൻ്റെ ഏരിയ എങ്ങനെ ഫോക്കസ് ചെയ്യാം, പ്രിപ്പയർ ചെയ്യാം ഈ വട്ടത്തെ SSC CGL എക്സാമിന് വേണ്ടി. ഇൻഫാക്ട് അടുത്ത വർഷത്തെ SSC CGL എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്നവരൊക്കെ പോലും നിങ്ങൾക്കിത് ഉപയോഗിക്കാം അടുത്ത വർഷത്തേക്ക് ഇതിൻ്റെ ഐഡിയാസിന്. അപ്പോൾ നമ്മുടെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ SSCയുടെ CGL ഈ വർഷത്തെ എക്സാം നമുക്കറിയാം വേക്കൻസീസിലേക്ക് വരുമ്പോൾ എങ്ങനെയായാലും നമുക്കൊരു 10,000+ വേക്കൻസി കാണും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. എന്താണ് കഴിഞ്ഞ വട്ടം നമുക്ക് ഓൾമോസ്റ്റ് 14,500 വേക്കൻസിക്കാണ് വിളിച്ചത്. സോ 10,000+ വേക്കൻസീസ് എന്തായാലും കാണും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. നമ്മുടെ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്ന മാർച്ചിലാണ്, ഏപ്രിൽ വരെയാണ് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ്. ആൻഡ് നമ്മുടെ എക്സാംസ് വരുന്നത് മെയ് ജൂണിലാണ് എക്സാംസ് വരുന്നത്. ഏജ് ലിമിറ്റ് വരുന്നത് 18 വയസ്സ് തൊട്ട് 32 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് വരുന്നത്. അതിൽ ചില പോസ്റ്റുകൾ 27 വയസ്സ് വരെ ഉള്ളതുണ്ട്, ചിലത് 30 വയസ്സ് വരെ ഉള്ളതുണ്ട്, 32 വയസ്സ് വരെ വരുന്ന പോസ്റ്റ് ഉണ്ട്. അപ്പോൾ ഈ പോസ്റ്റിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് കാണാത്തവരാണെങ്കിൽ ചാനലിൽ ചെന്ന് അവിടുന്ന് നിങ്ങൾ ആ വീഡിയോ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. നിങ്ങൾക്ക് അവിടുന്ന് ആ വീഡിയോ എടുത്ത് കാണുക. അപ്പോൾ ഇവിടെ വരുന്ന പോസ്റ്റിൽ ഏതൊക്കെയാണെന്നുള്ളതും അതിൻ്റെ ഒരു ഏജ് ലിമിറ്റും കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അവിടെ നിന്ന് ഒരു ക്ലിയർ ഐഡിയ കിട്ടാൻ നിങ്ങളത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ CGLൻ്റെ എക്സാം നിങ്ങൾക്കറിയാം കമ്പൈൻ ഗ്രാജുവേറ്റ് ലെവൽ, ഈ ഒരു ഗ്രാജുവേഷൻ ഡിഗ്രി ഉള്ള ഏതെങ്കിലും ഒരു ഗ്രാജുവേഷൻ ഡിഗ്രി ഉള്ള ഒരാൾക്ക് എഴുതാൻ പറ്റുന്ന ഒരു എക്സാമാണ്. ഒരു എക്സ്പീരിയൻസും വേണ്ട. 36-37 പോസ്റ്റുകൾ വരുന്നുണ്ട്. ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള CBI, NIA, ഇൻകം ടാക്സ്, കസ്റ്റംസ്, ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ പോലത്തെ പോസ്റ്റുകൾ, മിനിസ്ട്രീസിൽ അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ എന്ന് പറയുന്ന ഏറ്റവും നല്ല പോസ്റ്റുകൾ, ഡൽഹിയിൽ മാത്രം മിനിസ്ട്രീസിൽ പോസ്റ്റിംഗ് വരുന്ന പോസ്റ്റുകൾ, അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് പോസ്റ്റുകളാണ് നമുക്ക് അതിൻ്റെ അകത്ത് വരുന്നത്. 36-37 പോസ്റ്റുകൾ. അപ്പോൾ അതിൻ്റെ ഏജ് ലിമിറ്റും കാര്യങ്ങളും ആ പോസ്റ്റിനെ കുറിച്ച് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ചാനലിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഏതെങ്കിലും പോസ്റ്റിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ, ഇൻഫാക്ട് ജോബ് പ്രൊഫൈൽ അടക്കം നിങ്ങൾക്ക് അറിയണമെങ്കിൽ ചാനലൊന്ന് സെർച്ച് ചെയ്താൽ ആദ്യം നിങ്ങൾ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് അത് അറിയാൻ പറ്റും. അതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ഒരുപാട് പേർക്ക് ചോദിച്ചതനുസരിച്ച് നമ്മളത് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് ചെക്ക് ചെയ്യാം, നിങ്ങൾക്ക് മനസ്സിലാക്കാം കൂടുതൽ പോസ്റ്റിനെ കുറിച്ച്. നമ്മൾ ഈ സെഷനിൽ നമ്മൾ നോക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിൻ്റെ ഏരിയ എങ്ങനെ ഫോക്കസ് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഈ വട്ടത്തെ CGLൻ്റെ എക്സാം നമുക്ക് കുറച്ച് നേരത്തെയാണ്. നമുക്ക് ഈ മാർച്ച് നോട്ടിഫിക്കേഷൻ വരും, ഈ മാസം നോട്ടിഫിക്കേഷൻ വരണം. അത് കഴിഞ്ഞാൽ കലണ്ടർ അനുസരിച്ച് നമ്മുടെ ഈ വർഷത്തെ SSCയുടെ കലണ്ടറാണ്, എക്സാം കലണ്ടറാണ് നിങ്ങൾ ഈ കാണുന്നത്. SSC റിലീസ് ചെയ്ത, സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ റിലീസ് ചെയ്ത കലണ്ടറാണ് നിങ്ങൾ കാണുന്നത്. അപ്പം നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് ഏപ്രിൽ വരെയും നമുക്ക് ഈ പറയുന്ന മെയ് ജൂണിലാണ് എക്സാം നടക്കുന്നത് എന്ന് കൊടുത്തിരിക്കുന്നത്. ഇനി ആ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ തന്നെ ഇപ്പം പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയവരാണെങ്കിൽ പോലും ആ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വലിയ സമയമില്ല, 2 മാസമേ ഉള്ളൂ എന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ 2-2.5 മാസമേ കിട്ടത്തുള്ളൂ. പക്ഷേ അതേ സെയിം സിലബസിൽ നടക്കുന്ന എക്സാംസ് വേറെയും ഒരുപാടുണ്ട്. നമുക്കിനി അങ്ങോട്ട് പോകുമ്പോൾ അതേ സെയിം സിലബസിലാണ് നമ്മുടെ ഈ എക്സാംസ് ഒക്കെ തന്നെ നടക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഏകദേശം 6 എക്സാംസ് ഉണ്ട് ഒരേ സിലബസിൽ നടക്കുന്ന എക്സാംസ്. സോ നിങ്ങൾക്കിപ്പോൾ ഈ ഒരു എക്സാം എന്തെങ്കിലും കാണുകൊണ്ട് മിസ്സായാൽ പോലും
നിങ്ങളുടെ പ്രിപ്പറേഷൻ ഒട്ടും ലാഗ് വരില്ല. എത്രയും പെട്ടെന്ന് പഠിക്കുക, എത്രയും പെട്ടെന്ന് സിലബസ് കവർ ചെയ്യുക, എത്രയും നല്ലപോലെ പഠിക്കുക എന്നുള്ളത് ഫോക്കസ് ചെയ്യുന്നുണ്ട്. തൊട്ട് പുറകെ അടുത്തടുത്ത സെയിം സിലബസിൽ വരുന്ന എക്സാംസ് വരുന്നുണ്ട്. സോ നിങ്ങൾക്ക് അവിടെ ഓപ്പർച്യൂണിറ്റീസ് ഒരുപാടുണ്ട്. നിങ്ങളത് യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻറ്റ്. ഇനി നമ്മുടെ CGL എക്സാമിലേക്ക് വരുമ്പം അതിൻ്റെ ഒരു Tier 1 എക്സാം പാറ്റേണിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം നമ്മുടെ ജനറൽ അവയർനെസ് ഉണ്ട്, നമ്മുടെ ജനറൽ ഇൻ്റലിജൻസ് ഉണ്ട്, റീസണിംഗ് ഉണ്ട്, നമ്മുടെ GK ഉണ്ട്, കറണ്ട് നമ്മുടെ മാത്സ് ഉണ്ട് ആൻഡ് ഇംഗ്ലീഷ് ഉണ്ട്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എല്ലാത്തിൽ നിന്ന് 25 ക്വസ്റ്റ്യൻ വെച്ചാൽ ചോദിക്കുന്നത്. ഓരോ ക്വസ്റ്റിനും 2 മാർക്കാണ് ക്യാരി ചെയ്യുന്നത്. സോ 50 മാർക്ക് വെച്ചായിരിക്കും നമുക്ക് ഓരോ സെഷനും വരുന്നത്. സോ 100 ക്വസ്റ്റ്യൻ 200 മാർക്ക് ആണ് നമുക്ക് അവിടെ വരുന്നത്. 60 മിനിറ്റ് 1 മണിക്കൂറാണ് നമ്മുടെ എക്സാം നടക്കുന്നത്. ഇതിൽ നമ്മുടെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ ഏരിയ അതാണ് ഒരുപാട് പേരും ചോദിക്കുന്നത്. എനിക്കൊന്ന് മാത്സിൻ്റെ ഏരിയ ആണ് ഒരുപാട് പേരും പേടിക്കുന്ന ഒരു ഏരിയ. ആ ഒരു മാത്സിൻ്റെ ഏരിയയിലെ ക്വസ്റ്റ്യൻസിലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് എങ്ങനെയാണ് ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ആദ്യം തന്നെ നമ്മുടെ SSCയുടെ CGL എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ്റെ അകത്ത് അവർ കൊടുത്തേക്കുന്ന ഒരു സിലബസ് ഉണ്ട് മാത്സിൻ്റെ. ഈ കാണുന്നതാണ് അതിൻ്റെ അകത്ത് നോട്ടിഫിക്കേഷനിൽ കൊടുത്തേക്കുന്ന സിലബസ്. അവരതിനെ ഒരു പാരഗ്രാഫ് പോലാണ് കൊടുത്തേക്കുന്നത്. ചില കാര്യങ്ങൾ ആദ്യമേ കൊടുക്കേണ്ട കാര്യങ്ങൾ അവസാനം കൊടുക്കേണ്ട ചില കാര്യങ്ങളൊക്കെ ആദ്യമേ കൊടുത്തിട്ടുണ്ട്. വളരെ ഒരു പാരഗ്രാഫ് പോലെ. ഇത് തീർന്നിട്ടില്ല. ഇത് കൂടാതെ ഇങ്ങനെയാണ് നമുക്ക് ആ ഒരു സിലബസ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ആ സിലബസിനെ കുറച്ചുകൂടി നല്ലപോലെ നിങ്ങൾക്ക് പ്രിപ്പറേഷന് വേണ്ടി ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഇതിനൊരു ലിസ്റ്റ് പോലെ ആക്കിയിട്ടുണ്ട്. നമുക്ക് ആ കൊടുത്തിരുന്ന ആ ഒരു പാരഗ്രാഫിൽ ഉള്ള ടോപ്പിക്സിനെ അതിൽ എടുത്ത് പറയാത്ത ചില പോസ്റ്റുകൾ, അത് ചില ടോപ്പിക്സ് അതൊക്കെ തന്നെ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കറക്റ്റായിട്ട് നിങ്ങൾക്കൊരു ലിസ്റ്റ് വ്യൂവിൽ അവിടെ ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിപ്പറേഷന് വേണ്ടി ഈ ലിസ്റ്റിനെ യൂസ് ചെയ്യാം. ഇനി എങ്ങനെയാണ് ഈ ക്വാണ്ടിറ്റി ആപ്റ്റിറ്റ്യൂഡിൻ്റെ ഏരിയ ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമുക്ക് ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടി ഞാൻ അതിൻ്റെ ഒരു ലിസ്റ്റ്, അതിൻ്റെ ഒരു ടേബിൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ടേബിൾ ഉപയോഗിക്കാം നിങ്ങളുടെ ഈ എക്സാമിന് വേണ്ടി. അപ്പോൾ നമുക്ക് ആ ഒരു ടോപ്പിക്സിനെ, നിങ്ങളിപ്പം കണ്ട ആ 24 ടോപ്പിക്കിനെ ഞാൻ കുറച്ചുകൂടി ഒരുമിച്ചുള്ള ടോപ്പിക്സിനെയും ഒരുമിച്ച് പഠിക്കേണ്ട ടോപ്പിക്സിനെയൊക്കെ ഒരേപോലെ ഒരുമിച്ചാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ 24 ടോപ്പിക്സ് ഉണ്ടെങ്കിലും ഇവിടെ ഇപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ പെട്ടെന്ന് നോക്കി കഴിഞ്ഞാൽ 14 ടോപ്പിക്സ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണത്തുള്ളൂ. അപ്പോൾ പഠിക്കാൻ കുറച്ചുകൂടി സിംപ്ലിഫൈഡ് ആകും. ഇനി എൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ചൊക്കെ തന്നെ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമുക്ക് അവിടെ വരുന്ന ടോപ്പിക്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ നമ്പർ സിസ്റ്റം, HCF, LCM. അല്ലെങ്കിൽ നമ്പർ സിസ്റ്റം കുറച്ച് അധികം ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾക്ക് 2 to 3 ക്വസ്റ്റൻസ് ആയിരിക്കും അവിടെ നിന്ന് കിട്ടുന്ന ഈ 2 ടോപ്പിക് കൂടി ചേർത്ത്. പിന്നെ സിംപ്ലിഫിക്കേഷൻ, സഡ് സൈൻറ്റിസിസ് 1 to 2 ക്വസ്റ്റ്യൻ. പെർസെൻറ്റേജ് അഗൈൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. 1 to 2 ക്വസ്റ്റ്യൻ. റേഷ്യോ, പ്രൊപ്പോർഷൻ, ഏജസ്, പാർട്ട്ണർഷിപ്പ് ഇതെല്ലാം കൂടി ചേർത്തുകൊണ്ട് നമുക്ക് 1 to 2 ക്വസ്റ്റ്യൻ ആയിരിക്കും കിട്ടുന്നത്. പിന്നെ ആവറേജിൽ നിന്ന് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. ഇൻട്രസ്റ്റ്, സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും 2 കൂടി ചേർത്ത് നമുക്ക് ഒരു ക്വസ്റ്റൻ ആയിരിക്കും കിട്ടുന്നത്. പ്രോഫിറ്റ് ആൻഡ് ലോസ്, വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് അരിത്മെറ്റിക് ടോപ്പിക്കാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. പ്രോഫിറ്റ് ആൻഡ് ലോസിൽ നിന്ന് നമുക്ക് 2 to 4 ക്വസ്റ്റിൻ്റെ ഇടയ്ക്കാണ് നമുക്ക് ചോദിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്. വളരെയധികം ക്വസ്റ്റൻ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ SSC എക്സാംസിൽ മാത്രമല്ല, റെയിൽവേ എടുത്താലും ഈവൻ ബാങ്ക് എക്സാം എടുത്താലും ഒക്കെ തന്നെ ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് അരിത്മെറ്റിക് ടോപ്പിക്, വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് അരിത്മെറ്റിക് ടോപ്പിക്കാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്നത്. പിന്നെ ടൈം ആൻഡ് വർക്കും പൈപ്സ് ആൻഡ് സിസ്റ്റം 2 കൂടി പഠിച്ച് നമുക്ക് ഒരു ക്വസ്റ്റൻ ആയിരിക്കും കിട്ടുന്നത്. ചിലപ്പോൾ റെയർ ആയിട്ട് 2 ക്വസ്റ്റൻ വരെ പോകാൻ സാധ്യതയുണ്ട്. ടൈം ആൻഡ് ഡിസ്റ്റൻസ്, ട്രെയിന്, ബോട്ട് 3 ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ 1 to 2 ക്വസ്റ്റൻ ആയിരിക്കും കിട്ടുന്നത്. കൂടുതൽ ഒരു ക്വസ്റ്റൻ ആയിരിക്കും വരാൻ സാധ്യതയുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ അരിത്മെറ്റിക് ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഓൾജിബ്ര, ജോമെട്രി, ട്രിഗ്നോമെട്രി, മെൻസുറേഷൻ 4 അഡ്വാൻസ് മാത്സ് ചാപ്റ്റേഴ്സ് വരുന്നുണ്ട്. ഈ 4 അഡ്വാൻസ് മാത്സ് ചാപ്റ്റേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഏറ്റവും കൂടുതൽ ക്വസ്റ്റൻസ് വരുന്ന ഒരു ഏരിയ എന്ത്, ഓൾജിബ്ര എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 2 to 3 ക്വസ്റ്റൻ വരും. ജോമെട്രിയും കോർഡിനേറ്റ് ജോമെട്രി കൂടി എടുത്താൽ 2 to 4 ക്വസ്റ്റൻ വരും. അതിലും കോർഡിനേറ്റ് ജോമെട്രിയുടെ ക്വസ്റ്റൻസ് ചോദിക്കുന്ന കുറച്ച് ഫ്രീക്വൻസി കൂടിയിട്ടുണ്ട്. പിന്നെ മെൻസുറേഷൻ, കഴിഞ്ഞ വട്ടത്തെ എക്സാമിൽ CGL എക്സാമിൽ ഏറ്റവും കൂടുതൽ ഷോക്ക് എന്നത് മെൻസുറേഷൻ ആയിരുന്നു. മെൻസുറേഷൻ ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ മെൻസുറേഷൻ്റെ ക്വസ്റ്റൻസ് ചോദിക്കുന്ന 1 to 2 ക്വസ്റ്റൻ ചോദിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ കഴിഞ്ഞ വട്ടത്തെ മെൻസുറേഷൻ്റെ CGL എക്സാം നടന്ന സമയത്ത് മെൻസുറേഷനിൽ നിന്ന് ക്വസ്റ്റൻ്റെ എണ്ണം വളരെ കൂടുതലായിരുന്നു. ചില ഷിഫ്റ്റിലൊക്കെ 11 ക്വസ്റ്റ്യൻ വരെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ 11 ക്വസ്റ്റ്യൻ അല്ല, ആക്ച്വലി അത് മെൻസുറേഷൻ ജോമെട്രി കൂടി ചേർത്തായിരുന്നു 11 ക്വസ്റ്റ്യൻ. മെൻസുറേഷനൊക്കെ മാത്രം എടുത്തു കഴിഞ്ഞാൽ ഒരു ഷിഫ്റ്റിൽ തന്നെ 7 ക്വസ്റ്റ്യനൊക്കെ പോയ ഷിഫ്റ്റുകളുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ അതിൻ്റെ കറക്റ്റ് ആ ഒരു ക്വസ്റ്റ്യൻ ശരിക്കും കാറ്റഗറൈസ് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും മെൻസുറേഷനുള്ള ക്വസ്റ്റ്യൻസ് 7 ക്വസ്റ്റ്യൻ വരെ പോയ ഷിഫ്റ്റുകളുണ്ട്. അപ്പോൾ അത് വളരെ കൂടുതലായിരുന്നു. ലൈക്ക് ഒരു ഔട്ട് ഓഫ് ദി ബോക്സ് പോയി സാധാരണ ചോദിക്കുന്ന ഒക്കെ വിട്ട് മാറ്റിയാണ് അവരത് അങ്ങനെ ചോദിച്ചിരുന്നത്. സോ അതൊരു ഭയങ്കര ഡിഫറൻ്റ് ആയിരുന്നു. അപ്പോൾ മെൻസുറേഷനിൽ നിന്ന് നമുക്ക് അത്രയും ക്വസ്റ്റൻസ് വരാൻ സാധ്യതയുണ്ട്. അപ്പം കൂടുതൽ ക്വസ്റ്റൻസ് വരാൻ സാധ്യതയുണ്ട്. സോ മെൻസുറേഷൻ വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുക. മെൻസുറേഷൻ അല്ലെങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ്. ഇപ്പോൾ റെയിൽവേ എക്സാം ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 3 to 4 ക്വസ്റ്റനൊക്കെ മെൻസുറേഷൻ വരാറുണ്ട്. സോ അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മെൻസുറേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ഏരിയ. SSCക്കും അതിൻ്റെ ഇമ്പോർട്ടൻസ് കുറച്ച് കൂടുന്നുണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പിന്നെ നമ്മുടെ ഒരു ഗ്രാഫ്, സ്റ്റാറ്റിസ്റ്റിക്സ് വരുന്ന ഒരു ഏരിയ, നമ്മുടെ ബാർ ചാർട്ടും പൈ ചാർട്ടും ടേബിളും അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ വന്ന് ചോദിക്കുന്ന ഡാറ്റ ഇൻ്റർപ്രിറ്റേഷൻ അല്ലെങ്കിൽ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് എന്നൊക്കെ പറയുന്ന ഒരു ഏരിയ, അവിടെ നിന്ന് നമുക്ക് 2 to 4 ക്വസ്റ്റൻ വരെ പോകാൻ സാധ്യതയുണ്ട്. സോ നമ്മുടെ കഴിഞ്ഞ വർഷത്തെയും എസ്പെഷ്യലി കഴിഞ്ഞ വർഷത്തെ അതിന് മുമ്പുള്ള വർഷങ്ങളിലൂടെ ഞാൻ നോക്കിയിട്ട് നമുക്ക് അവിടെ ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണത്തിൽ വന്നിട്ടുള്ള വ്യത്യാസവും
കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വസ്റ്റൻസ് വന്നിട്ടുള്ള ചില ഏരിയാസ് ആണ് ഞാൻ കുറച്ചൊന്ന് ഹൈലൈറ്റ് ചെയ്തേക്കുന്നത്. എല്ലാ ടോപ്പിക്കും ഇമ്പോർട്ടൻ്റ് ആണ് SSCയിലേക്ക് വരുമ്പോൾ, എന്നാലും ചില ഇമ്പോർട്ടൻസ് കൂടുതൽ വരുന്ന ഏരിയാസ് ഞാൻ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ടേബിൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. നിങ്ങൾ ഇപ്പം പഠിച്ചു തുടങ്ങിയവരായാലും ശരി, നേരത്തെ പഠിക്കുന്നവരായാലും ശരി, ഈ എക്സാം എഴുതാൻ പ്ലാൻ ഉള്ളവരായാലും ഇപ്പം പഠിച്ചു തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്ന അടുത്ത വർഷത്തെ CGL എക്സാമിന് വേണ്ടി ഫോക്കസ് ചെയ്യാൻ പ്ലാൻ ഉള്ളവരായാലും ശരി, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ടേബിൾ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെ ഒരു ബേസ് വെച്ചുകൊണ്ട് പ്രിപ്പയർ ചെയ്യാം. പഠിച്ചു കഴിഞ്ഞവർക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാം, പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് കൂടുതൽ സമയം കൊടുത്ത് പ്രിപ്പയർ ചെയ്യാം. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. ആൻഡ് അതുപോലെ ഈ ഇവിടുത്തെ എക്സാം ഇപ്പം പഠിച്ചു തുടങ്ങിയവരൊക്കെയാണ്, കംപ്ലീറ്റ് ചെയ്യാനുള്ള സമയമില്ല, എന്നാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഏരിയ കംപ്ലീറ്റ് ചെയ്തിട്ട് പോകാം എന്നൊക്കെ ഒരു പ്ലാൻ ഉള്ളവരൊക്കെ ആണെങ്കിൽ അവർക്ക് ഇതിൽ നിന്ന് ചാപ്റ്റേഴ്സിനെ ചൂസ് ചെയ്ത്, കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സിനെ ചൂസ് ചെയ്ത്, ഒരു ടോപ്പിക്കിൽ നിന്ന് തന്നെ ഒന്നിൽ കൂടുതൽ ക്വസ്റ്റൻസ് വരുന്ന ചാപ്റ്റേഴ്സിനെയൊക്കെ ചൂസ് ചെയ്ത് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം. പക്ഷേ ഇനി ഇപ്പം പഠിച്ചു തുടങ്ങുന്നവരോട് എനിക്ക് പറയാനുള്ളൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുന്നത്, സോ നിങ്ങൾ ഈ ഒരു ടോപ്പിക്സ് ഒക്കെ പഠിക്കുന്ന സമയത്ത്, മാത്സിൻ്റെ ടോപ്പിക്സ് ഒക്കെ പഠിക്കുന്ന സമയത്ത് ഇപ്പം പഠിച്ചു തുടങ്ങുന്നവർക്ക് വേണ്ടി നിങ്ങൾ ഈ ഒരു ചാപ്റ്ററിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഓക്കെ, ഈ ചാപ്റ്ററിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ അത്യാവശ്യം കുറച്ച് ബേസിക് കാര്യങ്ങളൊന്ന് കവർ ചെയ്തിട്ടുണ്ടായിരിക്കണം. എന്നിട്ട് മാത്രം നിങ്ങൾ ഇതിലേക്ക് പോവുക. എന്ന് പറഞ്ഞാൽ കുറച്ച് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റ്യൂഡ്, മാത്സിൻ്റെ കുറച്ച് ബേസുകൾ. ഇപ്പം ബേസ് എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് വേറെ വലിയ കാര്യങ്ങളൊന്നുമല്ല, നമ്മുടെ കുറച്ച് ചെറിയ കാര്യങ്ങൾ. ഒന്ന്, നിങ്ങൾ അത്യാവശ്യം സ്ക്വയറൊക്കെ പഠിച്ചു തീർക്കുക. 1 തൊട്ട് 50 വരെയുള്ള സ്ക്വയറൊക്കെ അത്യാവശ്യം നല്ലപോലെ പഠിച്ചു തീർക്കുക. അതുപോലെ തന്നെ അതിൻ്റെ ഷോർട്ട് കട്ട്സും കാര്യങ്ങളൊക്കെ, ഈവൻ സ്ക്വയറൊക്കെ ഇപ്പോൾ എക്സാമിൽ ചോദിക്കുന്ന അവർ 3 ഡിജിറ്റ് നമ്പർ വരെ ചോദിക്കുന്നുണ്ട് എക്സാമിൽ. ഇപ്പോൾ റീസെൻ്റ്ലി കഴിഞ്ഞ അടുത്ത CGL എക്സാമിലൊക്കെ കണ്ടതാണ് 322 ഒക്കെ സ്കോർ വന്നിട്ടുണ്ട്. അപ്പോൾ 3 ഡിജിറ്റിൻ്റെ സ്കോറൊക്കെ വരുമ്പോൾ നിങ്ങളത് എന്ത് ചെയ്യുക, ഷോർട്ട് കട്ട് യൂസ് ചെയ്തായിരിക്കണം കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആ ഷോർട്ട് കട്ട് വളരെ പെട്ടെന്ന് യൂസ് ചെയ്യുന്ന രീതിയിൽ അതൊക്കെ പഠിച്ചു വെക്കുക. അതുപോലെ നിങ്ങൾ ക്യൂബൊക്കെ നല്ലപോലെ പഠിക്കണം. ക്യൂബ് 1 തൊട്ട് 30 ക്യൂബൊക്കെ നല്ലപോലെ പഠിച്ചു വെക്കുക, അതിൻ്റെ ഷോർട്ട് കട്ട് അറിഞ്ഞിരിക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ടേബിൾസ് നല്ലപോലെ നമ്മൾ പഠിച്ചു വെക്കുക. ഓക്കെ, നമ്മുടെ ടേബിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടേബിളിലേക്ക് വരുമ്പം നമുക്ക് ഈ പറയുന്ന 1 തൊട്ട് 20 ടേബിൾ പഠിക്കുക. അതുപോലെ എല്ലാ ടേബിളിൻ്റെയും 20 വരെ പഠിക്കുക, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ പവേഴ്സ് ഒക്കെ പഠിച്ചു വെക്കുക. ഡിവിസിബിലിറ്റി പവറൊക്കെ പഠിക്കുന്ന സമയത്ത് 2^10 വരെ, നമ്മുടെ 3 തൊട്ട് 5 വരെയുള്ള നമ്പേഴ്സിൻ്റെയൊക്കെ പവർ 5 വരെ, അതുപോലെ നമ്മുടെ 6 തൊട്ട് 9 വരെയുള്ള നമ്പേഴ്സിൻ്റെയൊക്കെ പവർ 4 വരെ. എന്നിട്ട് അതൊക്കെ എക്സ്റ്റെൻഡ് ചെയ്യുക, ബിക്കോസ് ഇതൊക്കെ ഓൾറെഡി ചോദിക്കുന്നുണ്ട്. അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇപ്പം ഈ 5⁵5 അതൊക്കെ ഓൾറെഡി ചോദിക്കുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, 5⁵5 വരെ പഠിച്ചു വെക്കുക. എന്നിട്ട് അതിനെ എക്സ്റ്റെൻഡ് ചെയ്ത് അടുത്തൊരു 6 വരെ കൊണ്ടുപോവുക. എന്നുള്ള എക്സാമിൽ ചിലപ്പോൾ ഓൾറെഡി ഇതൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിൽ ഇനി അടുത്ത് ചോദിക്കാൻ പോകുന്ന അതായിരിക്കും. പിന്നെ അതേപോലെ തന്നെ ഡിവിസിബിലിറ്റി റൂള്, അതുപോലെ നമ്മുടെ പ്രൈം നമ്പേഴ്സ്, അതുപോലെ നമ്പേഴ്സിൻ്റെയൊക്കെ ബേസിക് കൺസെപ്റ്റ്, നാച്ചുറൽ നമ്പർ, സം ഓഫ് നമ്പേഴ്സ്, ഇങ്ങനെയൊക്കെയുള്ള കൺസെപ്റ്റ്. ഇങ്ങനെയുള്ള വളരെ ബേസിക് ആയിട്ടുള്ള ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ വളരെ ബേസിക്സ് ഇല്ല, പെർസെൻറ്റേജും റേഷ്യോസും അങ്ങനെയൊക്കെയുള്ള വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, അതൊക്കെ നിങ്ങൾ ആദ്യമേ കവർ ചെയ്യണം. നിങ്ങളുടെ പ്രിപ്പറേഷൻ തുടങ്ങുമ്പോൾ 20 ദിവസം 30 ദിവസം നിങ്ങൾ കംപ്ലീറ്റ്ലി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാക്കാൻ വേണ്ടി കൊടുത്തു കഴിഞ്ഞാൽ, അത് കഴിഞ്ഞ് നിങ്ങളുടെ ഈ ടോപ്പിക്കിലേക്ക് കടന്നാൽ നിങ്ങൾക്ക് അതിൻ്റെ പ്രിപ്പറേഷൻ, നിങ്ങളുടെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ പ്രിപ്പറേഷൻ അത്യാവശ്യം നല്ലപോലെ കൊണ്ടുപോകാൻ നിങ്ങളെ അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. എന്നാൽ നിങ്ങളുടെ ഇതൊക്കെ വീക്കാണെങ്കിൽ നിങ്ങൾ ചാപ്റ്റേഴ്സ് പഠിച്ചാലും ആ ചാപ്റ്റേഴ്സിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് കൺസെപ്റ്റ് ഓക്കെ ആയിരിക്കും ചിലപ്പോൾ, പക്ഷേ കാൽക്കുലേഷൻസ് വീക്ക് ആയിരിക്കും. പക്ഷേ നിങ്ങളുടെ ഒരു മാത്സ് സ്ട്രോങ് ആവണമെങ്കിൽ കൺസെപ്റ്റ് സൈഡും കാൽക്കുലേഷൻ സൈഡും രണ്ടും നിങ്ങളുടെ സ്ട്രോങ് ആയിരിക്കണം. ബേസും കൺസെപ്റ്റും കാൽക്കുലേഷൻസും ഇത് 3 സ്ട്രോങ് ആയാലും നിങ്ങളുടെ ശരിയായി വരത്തുള്ളൂ. അപ്പം പലപ്പോഴും നമ്മുടെ ഈ ബേസും അതുപോലെ തന്നെ കൺസെപ്റ്റൊക്കെ സ്ട്രോങ് ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത് ഈ നമ്പേഴ്സ് തന്നെയാണ്, ഈ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ ഇതിനൊക്കെ നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഞാൻ നേരത്തെ പോലെ ആദ്യത്തെ ഒരു 20-30 ദിവസം ഇതിനു വേണ്ടി മാറ്റി വെക്കുക. എന്നിട്ട് നിങ്ങൾ ബാക്കിയുള്ള ചാപ്റ്റേഴ്സിലേക്ക് കടക്കുക. ഇപ്പം പഠിച്ച് തുടങ്ങുന്നവർ ഈ ഒരു കാര്യത്തിൽ നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുക. നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഈ ഒരു ഏരിയ ഇത്ര ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. നിങ്ങളുടെ എക്സാമിലും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, ബട്ട് അതർവൈസ് നമ്മുടെ ചാപ്റ്റർ പോയിന്റ് ഓഫ് വ്യൂയിലേക്ക് വരുമ്പോഴും ഇത് നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും മാത്സിൽ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, ഇപ്പം പഠിച്ച് തുടങ്ങുന്നവർ നമ്മുടെ SSC എക്സാംസിന് വേണ്ടി നമുക്ക് ഇവിടെ SSC മിഷൻ 2026-2027 വേണ്ടി ബാച്ചസ് ഉണ്ട്. അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഈ ഒരു സമയത്ത് നമുക്ക് വാലിഡിറ്റി 2 വർഷത്തെ വാലിഡിറ്റി വരുന്നുണ്ട്. എന്നുകൊണ്ട് നമുക്കറിയാം ഒരുപാട് പേർക്കും CGLൻ്റെ എക്സാമൊക്കെ ഈ വർഷം അപ്ലൈ ചെയ്യാൻ ചിലപ്പം പറ്റത്തില്ല, അല്ലെങ്കിൽ നേരത്തെ കയറി വന്നുകൊണ്ട് സിലബസ് തീർത്തിട്ട് പോയി എഴുതാനുള്ളൊരു സമയം കിട്ടത്തില്ല. ഇപ്പോൾ യൂഷ്വലി നമ്മുടെ ഓൺലൈൻ കോഴ്സസ് ഒക്കെ തന്നെ വരുന്ന എല്ലാ ഓൺലൈൻ കോഴ്സസ് ഒക്കെ വരുന്ന 1 ഇയർ വാലിഡിറ്റിയാണ് വരുന്നത്. പക്ഷേ 1 ഇയർ വാലിഡിറ്റി വന്നു കഴിഞ്ഞാൽ ഉള്ള പ്രശ്നം നിങ്ങൾക്കറിയാം, ഈ വർഷത്തെ ബാക്കിയുള്ള എക്സാംസൊക്കെ എഴുതി കഴിഞ്ഞാലും അടുത്ത വർഷത്തെ CGL വരുമ്പോഴത്തെ ആ വാലിഡിറ്റി തീർന്നു. അപ്പോൾ നിങ്ങൾക്കൊരു പുതിയ വാലിഡിറ്റിയോ ഒരു പുതിയ കോഴ്സോ പുതിയ പർച്ചേസിലേക്ക് ഒന്നും പോവാതെ അതേ ക്ലാസ്സിൽ തന്നെ നിന്നുകൊണ്ട് നിങ്ങൾക്ക് 2 വർഷത്തെ വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ ഈ വർഷം വരുന്ന CGL ഓക്കെ പറ്റത്തില്ല, സമയമില്ല എന്നൊരു ആംഗിൾ ആണെങ്കിൽ പോലും ബാക്കിയുള്ള എക്സാംസൊക്കെ നല്ലപോലെ എഴുതിക്കൊണ്ട് അടുത്ത വർഷത്തെ CGL എക്സാം വരുമ്പോൾ അതിന് വേണ്ടിയും ഇതിൽ തന്നെ നിന്നുകൊണ്ട് നല്ലപോലെ പ്രിപ്പയർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എക്സാംസ് ക്ലിയർ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. പുതിയൊരു കോഴ്സിലേക്കോ പുതിയൊരു പർച്ചേസിലേക്കോ ഒന്നും പോകേണ്ട ആവശ്യം വരത്തില്ല. അപ്പോൾ ഇവിടെ ഓൺലൈൻ ക്ലാസ്സസ് ആണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്കിവിടെ ലൈവും റെക്കോർഡ് ക്ലാസ്സസും ഉണ്ട്.
റെക്കോർഡ് ക്ലാസ്സസ് ഒക്കെ നിങ്ങളുടെ സമയം അനുസരിച്ച് നിങ്ങൾക്ക് ഡേ ടു ഡേ ഷെഡ്യൂൾ അനുസരിച്ച് നിങ്ങൾക്ക് കണ്ടുപോകാൻ പറ്റും. പിന്നെ ലൈവ് ക്ലാസ്സസ് നിങ്ങൾക്ക് ഈവനിങ് ആണ് വരുന്നത്. സോ ഡേ ടൈം നിങ്ങൾ വർക്കിംഗ് ആയിട്ടുള്ളവരാണെങ്കിലോ കോളേജിൽ പഠിക്കുന്നവരൊക്കെ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് അതൊന്നും എഫക്റ്റ് ആവാതെ നിങ്ങൾക്ക് നിങ്ങളുടെ ഈവനിങ് ടൈം 6-7 മണിക്ക് ശേഷം നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സസ് ഒക്കെ അറ്റൻഡ് ചെയ്യാം. ഇപ്പം കംപ്ലീറ്റ് സിലബസ് കവറേജ്, മെൻറ്റേഴ്സിന് സപ്പോർട്ട്, ഡൗട്ട് ക്ലിയറൻസിന് വേണ്ടി മെൻറ്റേഴ്സിന് സപ്പോർട്ട്, മോക്ക് ടെസ്റ്റുകൾ, അതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ഡിസ്കഷൻസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസിൻ്റെ മെറ്റീരിയൽസ്, അതുപോലെ ഇ ബുക്കുകൾ, ഡെയിലി ക്വിസുകൾ, ഡൗട്ട് ക്ലിയറൻസ്, കോർ ടോപ്പിക് ഡിസ്കഷൻസ്, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് നിങ്ങൾക്കവിടെ വരുന്നത്. ഒരു കംപ്ലീറ്റ് പാക്കേജ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഇത് വരുന്നുണ്ട് തന്നെ. നിങ്ങൾക്ക് വേറെ ഒരു കാര്യങ്ങൾക്കും വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിപ്പറേഷൻസ് ഏറ്റവും നല്ലപോലെ ഇതിൽ തന്നെ നിന്നുകൊണ്ട് 2 വർഷത്തെ വാലിഡിറ്റിയിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലപോലെ പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 7736122215 എന്നുള്ള ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തുകൊണ്ട് എൻട്രിയുടെ അക്കാഡമിക് കൗൺസിലേഴ്സുമായിട്ട് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊക്കെ ചോദിച്ച് ഡിസ്കസ് ചെയ്ത് മനസ്സിലാക്കി നിങ്ങൾക്ക് ആപ്റ്റ് ആയിട്ടുള്ള ബാച്ചസിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ നേരത്തെ പറഞ്ഞ പോലെ ഈ വട്ടത്തെ എക്സാംസ് എഴുതാൻ പോകുന്ന എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. നമുക്ക് നോട്ടിഫിക്കേഷൻസ് ഇനി എപ്പോൾ വേണമെങ്കിലും വരാം. ചിലപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോഴത്തേക്കും നോട്ടിഫിക്കേഷൻസ് വന്നിട്ടും ഉണ്ടായിരിക്കാം. അതേപോലെ തന്നെ ഈ വട്ടം പഠിച്ച് തുടങ്ങുന്നവർ, ഇപ്പം പഠിച്ച് തുടങ്ങുന്നവർ, കോളേജിലെ ഫൈനൽ ഇയറിലൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ ഏറ്റവും നല്ലപോലെ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുക, നല്ലപോലെ കൊണ്ടുപോകുക. ഈ വർഷം ഒരു പകുതി കഴിഞ്ഞ് വരുന്ന ഒരുപാട് എക്സാംസ് ഉണ്ട്. ആ എക്സാംസ് ഈ വർഷത്തേക്ക് ടാർഗറ്റ് ചെയ്യുക. സെയിം സിലബസ് ആണ് നമ്മുടെ SSCക്ക് CGLനും വരുന്നത്. അതുകൊണ്ട് അടുത്ത വർഷത്തെ CGL എക്സാംസ് വേണ്ടി നിങ്ങൾ ഓൾറെഡി റെഡി ആയിരിക്കും. സോ ആ ഒരു അടുത്ത വർഷത്തെ CGL എക്സാമിന് നിങ്ങളുടെ ഒരു ലോങ് ടേം ഗോളായിട്ട് കീപ്പ് ചെയ്യുക. അല്ലെങ്കിൽ CGL എക്സാം എന്നുള്ളതൊന്ന് മാറ്റി വെച്ചിട്ട് അതിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോസ്റ്റിനെ ഒരു ടാർഗറ്റായിട്ട് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിലേക്ക് എത്തിച്ചേരാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അപ്പോൾ ഇതെല്ലാം മൈൻഡ് വെച്ചുകൊണ്ട് നിങ്ങൾ പ്രിപ്പറേഷൻസ് കൊണ്ടുപോകുക. ആൻഡ് ചാനൽ ഫോളോ ചെയ്യുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ഒന്നും മിസ് ആവാതിരിക്കാൻ വേണ്ടി നമ്മുടെ നോട്ടിഫിക്കേഷൻസ് ആയാലും പ്രീവിയസ് ക്വസ്റ്റൻ ഡിസ്കഷൻസ് ആയാലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ചേഞ്ചസും കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ഈ ചാനൽ വഴിയായിരിക്കും നിങ്ങൾ വരെ എത്തിക്കുന്നത്. സോ ചാനൽ ഫോളോ ചെയ്യുക, ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ്സ് ഒന്നും മിസ് ആവാതിരിക്കാൻ വേണ്ടി. അപ്പോൾ നമുക്ക് കൂടുതൽ അപ്ഡേറ്റ്സും നോട്ടിഫിക്കേഷൻ ഒക്കെ വരുമ്പോഴത്തേന് നമുക്കിവിടെ വീണ്ടും നമുക്ക് മീറ്റ് ചെയ്യാം. താങ്ക് യു.